ഭയങ്കര മഴ വരുന്നുണ്ടല്ലോ. അപ്പൊ ഭയങ്കര മഴ വരുന്നുണ്ട്. വാ, ഒരു തരം ചുഴലി കാറ്റ് പോലെ വലിയ കാറ്റും ഒക്കെ വീശി വരുന്നു കേട്ടോ. വലിയൊരു ഇടിക്കും മഴയ്ക്കും ഉള്ള ലക്ഷണം എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓടി നടന്ന് വേഗം ജനലും വാതിലും എല്ലാം അടക്കി പറഞ്ഞു കേട്ടോ. അശ്വൻ കൊച്ചാണെങ്കിൽ എല്ലാ ജനലും ഇതുപോലെ തുറന്നിടും കേട്ടോ. അവസാനം പേടിച്ചിട്ട് ഞാൻ അവൻ തുറക്കുന്ന ജനലെല്ലാം ഓക്സിജനേറ്റ് പിടിപ്പിച്ചു കേട്ടോ, നെറ്റ് പിടിപ്പിച്ചു. ഇഴജന്തുക്കളൊന്നും കയറി വരാതിരിക്കാൻ. പിന്നെ വെന്റിലേഷൻ ഒക്കെ നെറ്റ് വെച്ച് നമ്മൾ അടച്ചേക്കുക. വീടിന്റെ ഉള്ളിലേക്ക് ഇപ്പം കൊതുക് പോലും കയറാത്ത വിധത്തിൽ സേഫ് ആക്കിയിട്ടുണ്ട്. പാമ്പൊക്കെ കയറാതിരിക്കാനും ഒക്കെ എല്ലാവരും അത് പറയാറുണ്ട് കേട്ടോ. ഒത്തിരി ചെടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെടി വളർത്താതിരുന്നിട്ട് കാര്യമില്ല. ചുറ്റോട് ചുറ്റും മുഴുവൻ എല്ലാവർക്കും സ്ഥലവും തോട്ടവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇഴജന്തുക്കൾ കയറി വരാനാണെങ്കിൽ വരും. പിന്നെ നമ്മൾ ഒത്തിരി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ചെടികളും പൂക്കളും ഇതും ഒക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഇടിയും മഴ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ബാൽക്കണി വന്ന് നിൽക്കാൻ ഇടിയും മിന്നലും ഇല്ലാത്തപ്പോ നല്ല രസമാണ് മഴയൊക്കെ കണ്ടു നിൽക്കാം. ഇന്ന് പക്ഷെ അങ്ങനെ സേഫ് അല്ല. നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ മെയിൻ റോഡ് ആയതുകൊണ്ട് കുറച്ച് പ്രൈവസി കിട്ടാൻ വേണ്ടി ഞാനിവിടെ കുറെ ചെടികളൊക്കെ പിടിപ്പിച്ചേക്കണം. ഇപ്പൊ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നല്ല മഴയൊക്കെ കൊണ്ട്. അല്ലെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഈ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഫ്രണ്ട് ബാൽക്കണിയിൽ ഇവിടെ വരാൻ ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ചായയൊക്കെ ആയിട്ട് എന്തെങ്കിലും പുഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമുള്ള സമയമാണ് കേട്ടോ. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റ് വരുന്നു. ഇതുപോലെ തന്നെ ഒരു ഏരിയ നമുക്ക് പുറകിലുണ്ട് ബാൽക്കണി. അതിന്റെ താഴേക്ക് അശ്വിന്റെ ഒക്കെ തോട്ടമാണ്. അപ്പൊ അവിടെ വന്ന് നിൽക്കാനും വലിയ മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇടി മിന്നലും ഇല്ലാത്ത പോട്ടോ നല്ല രസമാണ്. ഭയങ്കരമായി ആർത്തലച്ച് പെയ്യുന്ന മഴ. ഈ ഷീറ്റിലേക്കൊക്കെ വെള്ളം വീഴുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് കാര്യങ്ങളുമാണ്. ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പൊ വിലോക്കും ഞാൻ പുറകെ ഓടി നടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാ ജനലൊക്കെ അടച്ച് മഴയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ് കേട്ടോ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. രാവിലെ ഞാൻ കുറെ വീഡിയോ ഷൂട്ട് ചെയ്തു കേട്ടോ. കുറെ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് നല്ല ബോഡിക്കോൺ ടൈപ്പ് ഡ്രസ്സ് മേടിച്ചു കേട്ടോ. ഞാൻ കുറെ ദിവസങ്ങളായിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സസൈസ് ചെയ്താൽ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറെ കുറയും, നല്ല ഉറക്കം കിട്ടും, പിന്നെ നമുക്ക് നല്ല വണ്ണം കുറയും, പിന്നെ കുറച്ച് നമുക്ക് ഒരു ബോഡി ഫിഗർ ഒക്കെ കൂടി വരികയും ചെയ്യും. അങ്ങനത്തെ കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പം പിന്നെ കുറച്ച് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ബോഡിക്കോൺ ഡ്രസ്സുകൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഷേപ്പ് നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ അപ്പൊ ഞാൻ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിടാം. അപ്പൊ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മേടിച്ച ഡ്രസ്സുകളെല്ലാം കൊള്ളാന്ന് ഓർത്തു. അങ്ങനെ കുറെ ഡ്രസ്സുകൾ അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ രാവിലെ ഞാൻ കുറെ നിങ്ങളോട് സംസാരിക്കുന്ന കുറെ വീഡിയോസ് നമ്മള് വീട് ക്ലീനിങ്ങിന്റെ ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വന്നിട്ട് ചോറ് വെച്ച് കഴിഞ്ഞപ്പോ ചോറല്ല, അരി ഇല്ലായിരുന്നു ഇവിടെ കേട്ടോ. ഇനിയിപ്പോ സൺഡേ ഷോപ്പിങ്ങിന് പോയിട്ട് വേണം അരി മേടിക്കാൻ. കുറെ ദിവസമായിട്ട് അരിയില്ല. അപ്പൊ ഞാനിങ്ങനെ മന്തി റൈസും കൊണ്ട് അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ഒപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കുറച്ച് ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നെയ്ച്ചോറ് പോലെ വെച്ചു കേട്ടോ. അത് കഴിച്ചു, മുട്ടയുണ്ടാക്കി, അതൊക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പം രാത്രിത്തേന് കുറച്ച് ലിവർ ഉണ്ടായിരുന്നു. അത് ഞാൻ ആ കൂടെ തന്നെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കി വെച്ചു രാത്രിത്തേന്. അപ്പൊ ആ ഫുഡ് ഓക്കെയാണ്. ഫുഡ് തന്നെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഓർത്ത് നാളത്തേന് കൊറിയർ വിടാനുള്ളത് കുറച്ച് നമുക്ക് ഇപ്പൊ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പൊ രാവിലെ അത്ര സ്ട്രെസ് അടിക്കണ്ടല്ലോ നാളെ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് പാക്ക് ചെയ്യാൻ കുറച്ച് വലിയ ഓർഡറുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരാൾ തന്നെ മേടിച്ചേക്കണേ ഈ കുറെ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഒരാൾ മേടിച്ചേക്കണേ 4 ബോട്ടിൽ ഗീ ആണ്. അതായത് 2 kg ഗീ മേടിച്ചിട്ടുണ്ട്. പിന്നെ ആ കസ്തൂരി മഞ്ഞൾ 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലിപ് ബാം മേടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരാള്. ഇവിടെയാണെങ്കിൽ കണ്ടോ ഈ മെഡിസിൻ ബോക്സ്, ഇതിപ്പോ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആ, അത് മേടിക്കുന്നുണ്ട്. ഇത് പിന്നെ ലിപ് ബാം പ്ലെയിൻ ആണ്, ചുണ്ടിന്റെ കെയറിന്. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണേ, നല്ല വയറ് നന്നായിട്ട് ഒതുങ്ങും. ഇത്രയും വീതിയുള്ള നല്ല അലാസ്റ്റിക് ആണ്. നൂലൊന്നും പൊട്ടിപ്പോകുന്ന പോലത്തെ അലാസ്റ്റിക് അല്ല, അടിപൊളിയാ. ഒരു 2 ലെയർ ഫാറ്റ് നമുക്ക് ഉള്ളിലേക്ക് ഒതുങ്ങും. ഞാൻ പുറമേ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ നല്ല പ്യൂർ കോട്ടണുമാണിത്, അതുകൊണ്ട് തന്നെ ഇത് അടിപൊളി. അപ്പൊ ഇതെല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കുറെ ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരു വലിയ ഓർഡർ വന്നേക്കണേ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. അത് ഞാൻ 2 അഡ്രസ് എടുത്തു. അപ്പം പിന്നെ കുറെ മൈക്രോഫൈബറിന്റെ ചവിട്ടികളും പിന്നെ കുറെ വേറെ സാധനങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പാക്ക് ചെയ്യണം. അങ്ങനെ അതുകൊണ്ട് നമുക്ക് കുറെ വിശേഷങ്ങളും ഒക്കെ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ജോലി ചെയ്തോ, പക്ഷെ വീഡിയോ കാണണം കേട്ടോ, കേൾക്കണം കേട്ടോ. അങ്ങനെ എനിക്ക് ഒരു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കേട്ട് കുറെ പേര് എനിക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തു തന്നു കേട്ടോ. ഇത് ചേച്ചി ഇതൊന്ന് കേട്ടു നോക്കാം, ചേച്ചി
ഒന്ന് കേട്ട് നോക്ക്. ചേച്ചിനെ ഇപ്പൊ പഴയതിനേക്കാളും നല്ല മിടുക്കിയായി. അപ്പം ഇതൊക്കെ ചേച്ചിനെ പോലെയുള്ളവരെ കുറിച്ചായിരിക്കും ഇത് പറയണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു വീഡിയോ സജസ്റ്റ് ചെയ്തേ. ഞാൻ പറയാം അത് ആരുടെയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, 1-2 വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാനത് കൂടുതൽ നോട്ട് ചെയ്യണേ. നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. ഫെയറി ഫ്രെയിംസ് ആണ് അവരുടെ ചാനലിന്റെ പേര്. പിന്നെ കുക്കു എന്നാ തോന്നുന്നു അവരുടെ പേര്. കമന്റിൽ ഇങ്ങനെ എല്ലാവരും എഴുതുന്നുണ്ട്. അങ്ങനെ അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ടോക്ക് ചെയ്യുന്ന വീഡിയോസ് ആണ് ഇടുന്നത് എപ്പോഴും. നമ്മള് ബ്യൂട്ടിനെ കുറിച്ച്, ഹെൽത്തിനെ കുറിച്ച്, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ. അപ്പൊ പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ട് നോക്കിയപ്പോ ശരിയാ, കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ എന്നെ സംബന്ധിച്ച് പണ്ടത്തെക്കാളും കുറച്ചും കൂടി ഭംഗിയായെന്ന് എല്ലാവരും പറയാൻ കാരണം, മേ ബി ഭംഗിയായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിന്റെ കാരണം വേറെ ഒന്നല്ല, ഒരു 10 കൊല്ലമായിട്ട് മനസ്സിൽ വിങ്ങി ഉണ്ടാകുന്ന ഒരു പെയിൻ എല്ലാം കൂടി ഇങ്ങനെ നമ്മളൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലേബർ ഒക്കെ കഴിയുമ്പോൾ, ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പൊ നമുക്ക് തോന്നിയ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു ആശ്വാസം ഉണ്ടല്ലോ. വയറൊക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഭയങ്കരമായ വേദന പോയി കഴിയുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ, അതേ ഫീലാണ് സത്യം പറഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് തോന്നണേ കേട്ടോ. വലിയൊരു പ്രസവം കഴിഞ്ഞാൽ വലിയ വിങ്ങി 24/7 വിങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. അതങ്ങ് പോയി കഴിയുമ്പോൾ ഉള്ള ഒരു സമാധാനം, ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ 2 ആഴ്ചയായിട്ട് കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കാം. പിന്നെ മാത്രമല്ല നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. സ്ട്രെസ്സും ഒരു ആങ്സൈറ്റിയും ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ലൈഫിൽ. നമുക്കുള്ളത് ആ ഒരു ചുറ്റും അങ്ങനെയുള്ളൂ. വേറെ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. എന്താകും, എങ്ങനെയാകും, എന്താണ്, എവിടെയാണ്, എന്താണ്, അങ്ങനത്തെ ഒരു സ്ട്രെസ്സേ നമുക്കില്ല. കാരണം നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവർ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലാകുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ പിന്നെ ഇങ്ങനെ ഡൗൺ ആയി പിന്നെ താഴെ കിടക്കും കോർട്ടിസോളൊക്കെ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ, നമ്മൾ ഒരാൾ കെയർ ചെയ്യാത്തേ, വിളിക്കാത്തേ, മിണ്ടാത്തേ, എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്തിനാ ഉപേക്ഷിക്കുന്നത്, എന്താ ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ 100 സ്ട്രെസ്സും ടെൻഷൻ ആയിരിക്കും. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരാളില്ല. അപ്പൊ പിന്നെ നമുക്കുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോ പിന്നെ നമുക്ക് നമ്മുടെ സ്ട്രെസ് ഇല്ല. ആ ഒരു ഭാഗം ചിന്തിക്കണ്ടല്ലോ. അങ്ങനത്തെ ഒരു സ്ട്രെസ് കുറയുന്നോണ്ടായിരിക്കും നമ്മുടെ ബോഡിക്കുള്ള നീരുവീക്കവും വേദനയും വിഷമങ്ങളും ഒക്കെ കുറയും. പിന്നെ ഞാൻ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. കുറച്ച് വണ്ണമൊക്കെ കുറച്ച് ഫിഗർ ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്ക് നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ആവുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും കുറയും, ഗ്ലോയും കൂടും. അങ്ങനെ പിന്നെ ഞാനിപ്പോ എല്ലാ ബ്യൂട്ടി കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ഒരു മെച്ചം ഉണ്ടാവും. അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് ഈ സാധനം എന്തൊക്കെയാ മേടിച്ചേക്കുന്ന അവര് എന്നുള്ളത് ഞാനിപ്പോ പറയാം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. അത് കേട്ടുകൊണ്ട് ഞാൻ പാക്ക് ചെയ്യാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്കാണ് ലേഡി നടത്തിയേക്കുന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ ഇതങ്ങ് മാറ്റി വെക്കാം കുറച്ച്. എന്നിട്ട് നമുക്ക് ഇത് എന്തൊക്കെയാ മേടിച്ചേക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാലോ. ഇവരിത് 10 പാക്കറ്റ് കസ്തൂരി മഞ്ഞളാണ് മേടിച്ചേക്കണേ. മേ ബി ഇവർക്ക് വെക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് മേടിച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. 10 പാക്കറ്റ് കസ്തൂരി മഞ്ഞൾ മേടിച്ചിട്ടുണ്ട്. പിന്നെതാ 4 പാക്കറ്റ് രക്തശാലി ഫേസ് പാക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെതാ ഇത് എന്താ, നമ്മുടെ ബ്യൂട്ടി ഓയിൽ 2 എണ്ണം, ഫേസ് വാഷ് പൗഡർ 2 എണ്ണം. പിന്നെതാ ലിപ് ബാമുകള് 2 പിങ്കും 1 ന്യൂഡ് ഷെയ്ഡ് മേടിച്ചിട്ടുണ്ട്. ഇത് വെറ്റിവർ റൂട്ട് പൗഡർ എന്ന് പറയുന്നത് നല്ല സ്മെല്ല് കിട്ടും. ഞാൻ ഒരു 3-4 ഡ്രോപ്പ് വെള്ളത്തിൽ ചാലിച്ചാൽ നല്ല സ്മെല്ല് കിട്ടും. പിന്നെ 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 എണ്ണം ഉണ്ട്. ഇത് 4 എണ്ണം ഉണ്ട്. ഞാൻ ഈ സ്ലിപ്പ് നോക്കിയിട്ട് ഇവിടെ എടുത്തു വെക്കുന്നത്, മൊബൈൽ നോക്കിയിട്ട് അവര് തന്നേക്കുന്ന ഓർഡർ ഇവിടെ വരുമ്പോ പിന്നെ ഓർമ്മ കിട്ടത്തില്ല. ഇത് രണ്ടും ഇങ്ങനെ ടേബിളൊക്കെ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഇടാം. കയ്യിലിട്ടിട്ട് ടേബിളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടും എല്ലാ സ്ഥലവും തുടയ്ക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിങ്ങനെ പൊടി തട്ടുന്ന സാധനമാണ്. ഇത് ഊരെടുത്ത് കഴിഞ്ഞിട്ട് നീളവും കൂട്ടാം, അത്യാവശ്യം ജനലൊക്കെ ഇങ്ങനെ പൊടി തട്ടാനൊക്കെ ഇത്രയും നീളം കൂട്ടാം. അങ്ങനെ സാധനമാണ്. പിന്നെ അവരിതാ 3 പാൻറ്റീസ് അതേപോലത്തെ സൈസ് നമുക്ക് 85 ഉണ്ട്, 90 ഉണ്ട്, 100 ഉണ്ട്. ഓർക്കണേ, അതായത് ലാർജ് ഉണ്ട്, എക്സൽ ഉണ്ട്, ഡബിൾ എക്സൽ ഉണ്ട്. അപ്പൊ 3 പാൻറ്റീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ടേബിളിൽ ഇടുന്ന നല്ല 6 എണ്ണം ഉണ്ട് ഒരു പാക്കറ്റില്. അങ്ങനെ 6 എണ്ണം മേടിച്ചിട്ടുണ്ട്. ടേബിളിൽ ഇടുന്ന നമ്മുടെ മാറ്റുണ്ടല്ലോ അത്. പിന്നെ അവര് മേടിച്ചേക്കുന്നത് ആ മില്ലറ്റ്സ് 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അവര് മേടിച്ചേക്കുന്ന ഗീ മേടിച്ചിട്ടുണ്ട്. പിന്നെ മെഡിസിൻ ബോക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അവർ മേടിച്ചേക്കുന്ന മൈക്രോ ഫൈബറിന്റെ ചവിട്ടികളാണ്. അത് 1, 2, 3 എണ്ണം മൈക്രോ ഫൈബറിന്റെ ചവിട്ടികൾ മേടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളത് തന്നെ ഞാൻ കളറ് എടുത്തിട്ടുണ്ട് കേട്ടോ, 3 എണ്ണം. പിന്നെ ഇത് ഇങ്ങനെ ടയർ മാറ്റ് എന്ന് പറയുന്നത് ടയർ പോലെ അരികെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് കയറി വരുന്നിടത്തൊക്കെ, നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കയറി വരുന്നിടത്തൊക്കെ അങ്ങനെയൊക്കെ ഇടാം. അപ്പൊ ഇത്രയും സാധനമാണ് ഇവർ മേടിച്ചേക്കുന്നത്.
അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിക്ക് പാക്ക് ചെയ്യട്ടെ. ആ കൂടെ നമുക്ക് ഈ ടോക്ക് ഒന്ന് കേൾക്കാം കേട്ടോ. എന്നിട്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ പറയാം. ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയ ഒരാൾക്ക് മാത്രമേ എപ്പോഴും ചെറുപ്പമായിട്ടും സുന്ദരിയായിട്ടുമൊക്കെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. സെൽഫ് കെയർ എന്നൊക്കെ പറയുന്നത് ഒരു വീട്ടമ്മയ്ക്ക്, ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ഒരിക്കലും സാധ്യമായ ഒന്നല്ല എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും തെറ്റായ ഒരു ധാരണയാണ്. കാരണം നമ്മൾ പലപ്പോഴും കാണാറില്ലേ, ഒരു സാധാരണ വീട്ടമ്മ, ഒരു മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ, ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ സുന്ദരിയായിട്ട് മാറുന്നത്. അതിന്റെ കാരണം പണമല്ല, ജീവിതത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് മാറിയതാണ്. മനസ്സിൽ മാറ്റം സംഭവിക്കുമ്പോൾ അതിന്റെ പ്രകാശം സ്വാഭാവികമായിട്ടും മുഖത്തും പ്രതിഫലിക്കും. അതുകൊണ്ട് സൗന്ദര്യത്തിന് സാമ്പത്തികം ഒരു പ്രശ്നമല്ല, ജീവിത സാഹചര്യങ്ങളും ഒരു പ്രശ്നമല്ല. മാറേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾ പ്രായം കൂടുന്തോറും കൂടുതൽ സുന്ദരികളായി മാറുന്നത്, അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങളുടെ പക്വതയാണ്. ഒരു സ്ത്രീയെ സുന്ദരിയാക്കുന്നത്, ചെറുപ്പമാക്കുന്നത് പ്രായം മാത്രമല്ല, അവൾ കടന്നുപോയ ജീവിതാനുഭവങ്ങളാണ്. കളിമണ്ണ് മനോഹര പാത്രമായി മാറാൻ ഒരുപാട് പ്രോസസ്സിലൂടെ, ഒരുപാട് പ്രക്രിയയിലൂടെ കടന്നു പോകണം. അത് ചതയ്ക്കപ്പെടും, രൂപം കൊടുക്കപ്പെടും, തീയിൽ ചുട്ടെടുക്കപ്പെടും. അതിനുശേഷമാണ് അത് ഉറച്ചതും മനോഹരമായതുമായ ഒരു രൂപം നേടുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതവും. വേദനകൾ, പരാജയങ്ങൾ, ഒറ്റപ്പെടലുകൾ, കുടുംബ പ്രശ്നങ്ങൾ, അവഗണനകൾ, ഇതെല്ലാം ഒരു സ്ത്രീയെ അകത്തുനിന്ന് മോൾഡ് ചെയ്യുന്നു. ഇത് പ്രായം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ചില സ്ത്രീകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ ജീവിതാനുഭവങ്ങൾ നേരിടേണ്ടി വരും. കൂടെ നിർത്തേണ്ടവരും മാറ്റി നിർത്തേണ്ടവരും ആരൊക്കെയാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് അവർക്ക് ആ ചെറുപ്രായത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകും. സൈക്കോളജിക്കലായിട്ട് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരാളിൽ ഇമോഷണൽ റെസിലിയൻസ് വളർത്തുന്നു. ജീവിതം എത്ര തവണ തകർക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള മാനസിക ശക്തി, അത് സ്ട്രെസ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും സെൽഫ് അവയർനെസ്സും വർദ്ധിപ്പിക്കും. ഒരു ഘട്ടത്തിന് ശേഷം അവർക്ക് ഒരു തിരിച്ചറിവുണ്ടാവും, ഞാൻ ഇത്രയും കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും എന്നെ തകർക്കില്ല എന്ന്. ആ ഒരു സ്ട്രെങ്ത് ആണ് അവളുടെ മുഖത്ത് കോൺഫിഡൻസ് ആയും കണ്ണുകളിൽ ഒരു ക്ലാരിറ്റിയായും മുഴുവൻ വ്യക്തിത്വത്തിൽ സൗന്ദര്യമായിട്ടും പ്രതിഫലിക്കുന്നത്. തീയിൽ ചുട്ടെടുക്കപ്പെട്ട മണ്ണാണ് ഏറ്റവും ഉറച്ച പാത്രമായി മാറുന്നത്. അതുപോലെ ജീവിതത്തിൽ പൊരുതി നിന്ന സ്ത്രീകളാണ് കൂടുതൽ തിളങ്ങുന്നത്. എനിക്കറിയാം, ഈ വീഡിയോ കണ്ടിരിക്കുന്ന പലർക്കും ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളുള്ള ആളുകളായിരിക്കാം. ജീവിതാനുഭവങ്ങൾ നിങ്ങളെ വളരെ സുന്ദരികളുമാക്കിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാനസികമായ പക്വതയാണ്. ചെറുപ്പത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ വേദനിപ്പിക്കാറുണ്ട്. മറ്റൊരാളുടെ വാക്ക്, മറ്റൊരാളുടെ കുറ്റപ്പെടുത്തൽ, കമ്പാരിസൺ, ആരെങ്കിലും ഇഗ്നോർ ചെയ്തു, ഇതെല്ലാം മനസ്സിനെ ഒരുപാട് ബാധിക്കും. പക്ഷേ ജീവിതാനുഭവങ്ങൾ കൂടുന്തോറും അവൾ ഒരു കാര്യം മനസ്സിലാക്കും, എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന്. അവൾ സ്ലോലി സ്വന്തം പീസിന് പ്രാധാന്യം നൽകാൻ തുടങ്ങും. ആ ഓവർ തിങ്കിങ് കുറയും, ഇൻസെക്യൂരിറ്റി കുറയും, മനസ്സിൽ ഒരു ക്ലാരിറ്റി വരും. ഒരു മനുഷ്യനും അവളുടെ ജീവിതത്തെ ബാധിക്കാതെയാവും. ആ മെന്റൽ ക്ലാരിറ്റി തന്നെയാണ് മുഖത്ത് ഒരു കാംനെസ് ആയും കോൺഫിഡൻസ് ആയും പ്രതിഫലിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്ന യഥാർത്ഥ സൗന്ദര്യം. നിങ്ങൾക്ക് ചുറ്റുമുള്ളതോ നിങ്ങൾക്കറിയാവുന്നതോ ആയ സ്ത്രീകളെ ഒന്ന് നിരീക്ഷിച്ചാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്തരം സ്ത്രീകളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ഒരു പണച്ചെലവുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് ആർജിക്കുന്ന ഒരു കരുത്താണ്. മനസ്സ് പക്വമാവുമ്പോൾ മുഖത്ത് സ്വാഭാവികമായും ഒരു സമാധാനവും സൗന്ദര്യവും വന്നു ചേരും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചില സ്ത്രീകൾ വളരെ കാമായും ബ്യൂട്ടിഫുൾ ആയും തോന്നാം. പക്ഷേ അതിന്റെ അർത്ഥം ഇതിൽ ആ ലേഡി പറയുന്ന എല്ലാ പോയിന്റുകളും വളരെ വാലിഡ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമ്മൾ സെൽഫ് കെയറിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ ഒത്തിരി വറി ചെയ്തിട്ട് കാര്യമില്ല. റെഗുലർ ആയിട്ട് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ കൊടുക്കേണ്ട കെയറുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ്സും കുറയും. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോയൊക്കെ കൂടി കൂടി വരികയും ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുക, നമ്മുടെ അതുപോലെ എക്സസൈസ്, വെള്ളം കുടിക്കുക, നന്നായിട്ട് പാട്ട് കേൾക്കുക. പാട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ നമുക്ക് ഭയങ്കര സാഡായിട്ടുള്ള സമയത്തൊന്നും നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു മൂഡായിരിക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ
മോട്ടിവേഷൻ വീഡിയോസ്, അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് ഇപ്പൊ സംസാരിക്കുന്ന കുറെ ലേഡീസ് നമുക്ക് അങ്ങനെ ഓരോ അനുഭവങ്ങളായിട്ട് വിളിക്കുന്നവർ പറയാറുണ്ട്, അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇങ്ങനെ സർവൈവൽ സ്റ്റോറികൾ കാണാനാണ്. അതായത് ഒരു ലേഡി ഒത്തിരി അനുഭവങ്ങളിലൂടെ ഒക്കെ പോയിട്ട് പിന്നെ അവർ സർവൈവ് ചെയ്തത് എങ്ങനെ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതൊക്കെ കാണാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അത് സത്യമായിട്ട് ഞാനും അങ്ങനത്തെ ഒത്തിരി വീഡിയോസ് തെരഞ്ഞു പിടിച്ച് കാണും കേട്ടോ. അപ്പൊ നമുക്കതൊരു മോട്ടിവേഷനാ. ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങള്, ഇങ്ങനെ ഡിവോഴ്സ് ആയവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചതിക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ അവരൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് പറയുന്നത്, പിന്നെ ഈ ജോഷ് ടോക്ക് പോലെയൊക്കെയാണ്, അങ്ങനെ കുറെ ഉണ്ടല്ലോ, അല്ലാതെ വീഡിയോസ് ആയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ. സർവൈവൽ സ്റ്റോറി കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അത് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. പിന്നെ ഞാൻ 2-3 വർഷമായിട്ട് ഒത്തിരി പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചും നാർസിസത്തിനെ കുറിച്ചും ഒക്കെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. മെഡിക്കൽ ഫീൽഡാണ്, നമുക്കറിയാം ഓവറോൾ, എന്നാലും അതിനെക്കുറിച്ച് ഞാൻ കുറെ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ 2-3 വർഷമായിട്ട് കേട്ടോ. അതൊക്കെ നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും നല്ല ടോക്കുകളും ഒക്കെ കേൾക്കണം. ഇങ്ങനെ ചുമ്മാ കയറിയുന്ന വളവളാന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു സൈക്കോളജിന്റെ ഒരു ബേസും ഇല്ലാതെ അവനോന്റെ ഒരു സൈക്കോളജി എടുത്തിട്ട് പറയുന്നവരുടെ വീഡിയോസ് അല്ല കേൾക്കണ്ടേ. നല്ല സൈക്കോളജിസ്റ്റുകളുടെ, അല്ലെങ്കിൽ അതേപോലെ ജീവിതാനുഭവങ്ങൾ ഉള്ളവരുടെ, സർവൈവ് ചെയ്യാൻ വേണ്ടി അവരെടുത്ത മാർഗങ്ങൾ, അങ്ങനെയുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് ആണ് നമ്മൾ കാണേണ്ടത്, നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതും. അല്ലാതെ പ്രത്യേകിച്ച് നാർസിസ്റ്റ് ആയവരുടെ വീഡിയോസ് കാണാനേ പോരുത്. അവര് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഒരു വേർഷനിലേക്ക് അവർ കൊണ്ടുവരും എല്ലാ കാര്യങ്ങളും. അല്ലാതെ സൈക്കോളജി പരമായിട്ട് ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും അവരിരുന്ന് വെറുതെ ഇങ്ങനെ ചലച്ചു കൂട്ടുന്നതെന്ന് പറയാം. അപ്പൊ ഈ സെക്ഷനിൽ നമുക്ക് ഇത്ര അങ്ങ് പാക്ക് ചെയ്യാം. ഇനി 2-3 ട്രിപ്പോടെ ഇതുപോലെ കൊണ്ടുവച്ച് പാക്ക് ചെയ്യാനുള്ളതുണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് നാളെ രാവിലെ ഞാൻ പാക്ക് ചെയ്യും. കുറച്ചും കൂടി സ്ലിപ്പ് എടുക്കാനുണ്ട്, പ്ലസ് കുറച്ച് ചെടികൾ കൂടി എടുത്തിട്ട് വരാനുണ്ട്. ഞാൻ വിട്ടുപോയി കുറച്ച് ചെടികൾ എടുക്കാൻ, അത് സ്ലിപ്പ് ഇപ്പൊ നോക്കിയപ്പോ അതൊക്കെ നാളെ പാക്ക് ചെയ്യും. എന്നിട്ട് നാളെ രാവിലെ ഞാൻ കൊടുത്തു വിടുകയും ചെയ്യാം. അവരുടെ ജീവിതത്തിൽ സ്ട്രെസ് ഇല്ല എന്നാണോ? അല്ല, മറിച്ച് അവർ ജീവിതത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കും. കുടുംബം, ജോലി, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ വേദന, ഇതെല്ലാം അവർ നേരിട്ടിട്ടുണ്ടാകും. എന്നാൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ട്രെസ്, ആ ഒരു സമ്മർദ്ദം അവരുടെ ജീവിതത്തെ തകർത്ത് കളയാൻ അവർ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് അത് മനോഹരമായിട്ട് മാനേജ് ചെയ്യാനുള്ള മാനസിക പക്വത നേടിയിട്ടുണ്ടാകും. അതായത് അവർ ഇമോഷണൽ റെഗുലേഷൻ പഠിച്ചവരാണ്. അത് വികാരങ്ങളെ നിയന്ത്രിച്ച് ഒരു പ്രശ്നത്തെ വലുതാക്കി കാണാതെ ശാന്തമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. അതുകൊണ്ടാണ് അവരുടെ മുഖത്ത് സംഘർഷമല്ല നിങ്ങൾ കാണുന്നത്, ഒരു കാംനെസ് ആണ് കാണുന്നത്. ആ സമാധാനമാണ് അവരെ കൂടുതൽ സുന്ദരികളാക്കുന്നത്. സ്ട്രെസ് ഇല്ലാത്ത ജീവിതമല്ല അവരെ സുന്ദരികളാക്കുന്നതും ചെറുപ്പമാക്കുന്നതും. സ്ട്രെസ് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശക്തിയാണ്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം അവളുടെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് വരുന്നത്. ചുറ്റും നിന്ന മനുഷ്യരാൽ ഒരുപാട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും ത്രാണിയില്ലാതായി തീർന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകാം. പക്ഷേ മുൻപോട്ടുള്ള യാത്രയിൽ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവൾ ഒരു വലിയ തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും. എന്റെ വില മറ്റുള്ളവരുടെ അഭിപ്രായം നിശ്ചയിക്കുന്നതല്ല എന്ന്. ആ തിരിച്ചറിവാണ് ആത്മവിശ്വാസമായിട്ട് വളരുന്നത്. ഇത് അവരിൽ സെൽഫ് വെർത്തും സെൽഫ് അക്സെപ്റ്റൻസും വളർത്തുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ സ്വയം സ്വീകരിക്കാൻ പഠിക്കും. സ്വന്തം കുറവുകളേക്കാൾ സ്വന്തം ശക്തികളെ കാണാൻ തുടങ്ങും. അത്തരം സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അവരുടെ ഒരു നടപ്പിലും മുഖഭാവത്തിലും സംസാരത്തിലും എല്ലാം ഒരു പ്രത്യേക കോൺഫിഡൻസ് കാണാം, ഒരു ആത്മവിശ്വാസം കാണാം. ആ ആത്മവിശ്വാസം മുഖത്തിനൊരു നാച്ചുറൽ ഗ്ലോ നൽകും. അത് ഒരാളെ കൂടുതൽ യങ്ങായും അട്രാക്റ്റീവായും കാണിക്കും. ആത്മവിശ്വാസം കൂടുമ്പോൾ മുഖം മാത്രമല്ല, മുഴുവൻ വ്യക്തിത്വവും ചെറുപ്പമായി തിളങ്ങും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സെൽഫ് കെയറിൽ, സ്വയം പരിചരണത്തിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ കൂടുതൽ സുന്ദരിയാക്കുന്നത് വില കൂടിയ മേക്കപ്പ് പ്രോഡക്ട്സ് അല്ല, സാമ്പത്തിക സാഹചര്യങ്ങളുമല്ല, എനിക്ക് വേണ്ടി കൂടി ഞാൻ ജീവിക്കണമെന്ന തിരിച്ചറിവാണ് ഒരു സ്ത്രീയെ കൂടുതൽ സുന്ദരിയാക്കുന്നത്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് അല്ല, ഒരു സ്വാർത്ഥതയല്ല. അത് മറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കെയറിന്റെയും സ്നേഹത്തിന്റെയും ഒരു അംശം നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്നു എന്നതാണ്. അത് വേണം, അത് ആവശ്യമാണ്.
വലിയ പണച്ചിലവില്ലാതെ പലപ്പോഴും വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റം ഉണ്ടാക്കുന്നത്. ഹോം റെമഡീസ്, നല്ല ഉറക്കം, വെള്ളം മതിയായി കുടിക്കുക, സ്കിന്നിന് സ്യൂട്ടാവുന്ന ലളിതമായിട്ടുള്ള സ്കിൻ കെയർ, മുടിക്ക് ചെറിയ രീതിയിലുള്ള പരിചരണം, ഇവയെല്ലാം സ്ഥിരതയോടെ ചെയ്യുമ്പോൾ മുഖത്ത് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഇതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൽഫ് ലവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാലം പലർക്കും വേണ്ടി ജീവിച്ചു. കുടുംബത്തിന് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും എല്ലാവർക്കുമായി ഓടി നടന്ന ഒരു സ്ത്രീ ഒരു ഘട്ടത്തിൽ ഒരു തിരിച്ചറിവിലേക്ക് എത്തും. ഇനി കുറച്ചു കാലമെങ്കിലും എനിക്കായി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇത് അവരിൽ സെൽഫ് വർത്ത് വളർത്തുന്നതാണ്. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അകത്തു നിന്ന് ഒരു പോസിറ്റീവ് മാറ്റം ആരംഭിക്കും. ആ സെൽഫ് കെയറിന്റെ തോന്നൽ തന്നെ മുഖത്ത് ഒരു സോഫ്റ്റ്നെസ്സും ഗ്ലോയും നൽകും. അതുകൊണ്ടാണ് അവർ കൂടുതൽ യങ്ങായും ബ്യൂട്ടിഫുൾ ആയും കാണപ്പെടുന്നത്. സ്വയം പരിചരിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം മാറി തുടങ്ങും. മറ്റൊന്ന്, ആരോഗ്യകരമായ ജീവിതശൈലിയാണ് ഒരു സ്ത്രീയെ കൂടുതൽ സുന്ദരിയാക്കുന്നത്. വില കൂടിയ ഭക്ഷണമോ സപ്ലിമെന്റ്സോ ഒന്നുമല്ല, പലപ്പോഴും വളരെ ലളിതമായ ചില ശീലങ്ങളാണ് വലിയ മാറ്റം കൊണ്ടുവരുന്നത്. പണ്ടവർ അവരെ ശ്രദ്ധിച്ചിരുന്നതേയില്ല. അവർ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്നതേയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചും വിളമ്പിയും അവർ അവരുടെ കാര്യം മറന്നുപോയിരിക്കും. പക്ഷേ ഇന്ന് ഒരു ഘട്ടത്തിൽ അവർ ഒരു ബോഡി മോയ്സ്ചറും ലിപ് ബാമാണ് മേടിച്ചേക്കുന്നത്. ഇനി ഇതുപോലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അതെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ട് നമുക്കിനി അടുത്ത ട്രിപ്പിങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇത് ഞാൻ വേഗം പാക്ക് ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞതിനോടനുബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. എന്നിട്ട് ഈ വീഡിയോ നിർത്താം. അടുത്ത ബാച്ച് ഞാൻ പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് ചേർക്കട്ടെ. ഇപ്പൊ തന്നെ കുറെ സമയമായിട്ടുണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു വീഡിയോ ഒരു കൂട്ടർ അയച്ചു തന്നു കേട്ടോ. അതായത് ഒരു ഹസ്ബൻഡ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ഹസ്ബൻഡ് കാമുകീനെ കൊണ്ട് നടക്കും കേട്ടോ. അപ്പൊ കാമുകീനെ കൊണ്ട് സിനിമയ്ക്ക് പോയേക്ക. സിനിമ തിയേറ്ററാണ് നമ്മുടെ രംഗം. എന്നിട്ട് ഒരു ഞറുക്ക ഉടുപ്പൊക്കെ ഇടിപ്പിച്ച്, മുട്ടിന്റെ ഒപ്പം ഉള്ള ഒരു ഉടുപ്പൊക്കെ ഇടിപ്പിച്ച്, മുട്ടിന്റെ മുകളിൽ തന്നെ അങ്ങനെയുള്ള ഒരു ഉടുപ്പൊക്കെ ഇടിപ്പിച്ച്, പിന്നെ ഭയങ്കരമായിട്ട് ബ്രസ്റ്റ് ഒക്കെ കാണുന്ന രീതിക്ക് എക്സ്പോസ് ചെയ്യിപ്പിച്ച്, കാരണം പുള്ളിക്കാരന്റെ നേച്ചർ ഇതാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് വാലിഡേഷൻ കിട്ടുക. അപ്പൊ പുള്ളി വലിയ ആളാന്ന് അങ്ങനെ ഒരു സെൽഫ് തോന്നലുണ്ടാവും. ഞാൻ ഇന്ന ആളുടെ കൂടെ ആണല്ലോ നടക്കുന്നത് ഇതുപോലെയൊക്കെ. അപ്പൊ കുറെ പേര് ഇങ്ങനെ ഇപ്പൊ ഏത് ലേഡി ആണെങ്കിൽ നമ്മൾ പോലും നോക്കും, ലേഡീസ് ആണെങ്കിൽ പോലും പിന്നെ നാടൻ ഭാഷ പറയില്ലേ, തുണിയും കോണവൊന്നും ഇല്ലാതെ നടക്കുന്ന അങ്ങനെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ എല്ലാരും അല്ലാതെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് വൾഗറായിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ചേരാത്ത ഡ്രസ്സുകൾ ഇട്ട് നമ്മളൊരു വല്ലാത്ത ഒരു രീതിയിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഇതായിരിക്കണം, എന്താ പറയാ, പിന്നെ അതുപോലെയുള്ള രീതി ആയിരിക്കണം. ഇതങ്ങനെയല്ല, ഭയങ്കര വൾഗറായിട്ട് തന്നെ നമുക്ക് ആ വീഡിയോയിൽ തന്നെ തോന്നും, ഒട്ടും ചേരാത്ത വിധത്തിൽ അങ്ങനെ ഒരു ഇത്. അപ്പൊ എല്ലാവരും ഇതിനിങ്ങനെ നോക്കുവാണ്. അവിടെ നിന്നൊരു മീൻസ് എനിക്ക് അതിന്റെ ദൃക്സാക്ഷി വിവരണം അയച്ചു തന്നതും അതുപോലെ തന്നെ അത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ സ്ത്രീ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് എല്ലാവരും നോക്കിയിട്ട് ഇവര് പക്ഷെ ഭയങ്കര ഓവർ കോൺഫിഡൻസിലാണ് കേട്ടോ. ഈ കൂടെ നടക്കുന്ന പുരുഷനും അതുപോലെ തന്നെ. അതായത് ഇങ്ങനെ ഒരു ചരക്കിനെ, നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞ ഇങ്ങനെ ഒരു ചരക്കിനെ കൊണ്ടു നടക്കുന്നു, അതുകൊണ്ട് ഞാൻ സംതിങ് ആണെന്നുള്ള മട്ടിലാണ്. ഇയാളൊരു ഭർത്താവാണ് കേട്ടോ, അങ്ങനെ ആന്ന് ഓർക്കണം. അപ്പം എന്നിട്ട് ഒരു കിളവനാണ്, ഒരു കിളവനാണ്, ഒരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ കിട്ടി. അപ്പം ഇതൊരു ഇതാണ്, ഒരു സ്പാ ഗേളാണ്. അപ്പം ആ രീതിക്ക് എന്നിട്ട് ഇതിനെയും കൊണ്ട് ചരക്ക് ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് കൊണ്ടുവന്നു സിനിമ തിയേറ്ററിൽ. എന്നിട്ട് ഇതിന്റെ കുറെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്തു. അപ്പൊ ഇതിനെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എന്താ പറയാ, ആണുങ്ങളെല്ലാം ഇതിനെ നോക്കിയിട്ട്, അതിപ്പോ ആരാണെങ്കിലും നോക്കി കുറെ പേര് എൻജോയ് ചെയ്യും, കുറെ പേർക്ക് അയ്യേന്ന് തോന്നും. കുറെ പേര് ഇപ്പൊ മാന്യരായിട്ടുള്ള ഒരു ആണുങ്ങളൊക്കെ ഇങ്ങനെ ഒരു ലേഡീനെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് കോപ്രായം കാണിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കൂടെ നടക്കുന്ന പുരുഷനെ കുറിച്ച് എന്താ ചിന്തിക്കുക? നാണമില്ലേ ഈ നാറിക്ക്, അങ്ങനെ ചിന്തിക്കൂലേ? നാട്ടുഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെണ്ടിക്കൊക്കെ നാണമില്ലേ, എന്തും ഈ കാണിച്ചുകൊണ്ട് നടക്കുന്നത്? അന്തസ്സുള്ള ഒരു പുരുഷൻ എപ്പോഴാണെങ്കിലും അവനവന്റെ ഭാര്യയെയും പെങ്ങളെയും മറ്റു പുരുഷന്മാർക്ക് നോക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കൊണ്ടുനടക്കാൻ ശ്രമിക്കില്ല. അന്തസ്സുള്ള ഒരു പുരുഷനാണെങ്കിൽ അവരെപ്പോഴും മാന്യമായിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ചെയ്തോ, ഇഷ്ടപ്പെട്ട രീതിക്കൊക്കെ നടന്നോ, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ആ ഒരു രീതിയിലേ പറയത്തുള്ളൂ. ഓവർ
ഇങ്ങനെ തുണി പറിച്ചിട്ട് എക്സ്പോസ് ചെയ്ത് എല്ലാ പാർട്ടും കാണിച്ച് അത് മറ്റുള്ളവർ കാണുമ്പോൾ അതിലൊരു വാലിഡേഷൻ കിട്ടുക, അതിലൊരു ഞാൻ സംതിങ് ആയിന്ന് തോന്നുവോ, ഞാൻ ഇങ്ങനെ എല്ലാവരും നോക്കുന്ന ഒരു ലേഡീന്റെ കൂടെയല്ലേ ഞാൻ നടക്കുന്നത്, അപ്പൊ എനിക്ക് സംതിങ് ഒരു വാലിഡേഷൻ കിട്ടിയും ചിന്തിക്കുന്നത് ഏറ്റവും അന്തസ്സില്ലായ്മയാണ്. അത് ഒരു കാമുകീനേനും കൊണ്ട് നടക്കുന്ന ഒരു പുരുഷന്റെ അവസ്ഥയും കൂടിയാണെങ്കിൽ നോക്കിയേ, അതിന്റെ ഭാര്യയ്ക്ക് ഇയാളുടെ സ്വന്തം വീട്ടുകാർക്ക് വരുന്ന അപമാനം, ഇതൊക്കെ നാട്ടുകാരും വീട്ടുകാരും കാണുമ്പോ അറിയുമ്പോ അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു നാണക്കേട്, അങ്ങനെ അയാൾക്ക് ഇതൊന്നും ബാധിക്കത്തില്ല. കാരണം ഭയങ്കരമായിട്ട് സെക്സ് അഡിക്ഷനും ഇതുപോലെ സെൽഫ് കോൺഫിഡൻസും ഇല്ലാതെ സെൽഫ് അർത്ഥം ഇല്ലാതെ ഇങ്ങനെ എല്ലാത്തിനും സെക്സ് അഡിക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പുരുഷന് ഒരിക്കലും ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന്, മറ്റുള്ളവർക്ക് തോന്നുന്ന ബുദ്ധിമുട്ട് എന്താ ഒന്നും തോന്നത്തില്ല. ഇതിലൊക്കെ ഭയങ്കര അഭിമാനമോ തോന്നാം. എന്നിട്ട് പറയട്ടെ, സീൻ പറയട്ടെ, അങ്ങനെ ഈ സ്ത്രീനെ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ ഇയാൾ തന്നെ എടുത്തു കൊടുക്കുകയാണെ. അതിന്റെ സിനിമയ്ക്ക് കയറി സിനിമയൊക്കെ കഴിഞ്ഞു, അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വന്ന്, അപ്പൊ ഈ ലേഡി ആണെങ്കിൽ അവിടെ നിന്നോട് ആ വീഡിയോയിലുണ്ട്, പിന്നെ നമുക്ക് വേറൊരാളുടെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ നിങ്ങളിപ്പോ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ എന്റെ എന്താ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും ഒക്കെ കാണിച്ചു കൊടുത്ത എല്ലാരും കൂട്ടച്ചിരിയായിരുന്നു കേട്ടോ. എല്ലാരും ഇയാളെ പറയുന്ന ആ ലേഡീനെ പറയുന്നതിലുപരി എന്തൊരു നാറിയ, എന്തൊരു തെണ്ടിയ, ഇവൻ നാണമില്ലേ ഇവനെന്നാ പറയുന്നത് കേട്ടോ. സത്യത്തിൽ അത് തന്നെ ആ കണ്ടു നിൽക്കുന്നവർക്ക് എല്ലാം തോന്നുന്നത് അതായിരിക്കും. ഇങ്ങനെ ഒരു ലേഡീനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോ ആ കാണുന്ന എല്ലാവർക്കും അയാളോട് തോന്നുന്ന വികാരം ഇതായിരിക്കും. അയാൾക്ക് മാത്രം ഇതിന്റെ നാണക്കേട് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പിന്നെ ഈ സ്ത്രീ ഞറുക്ക് ഉടുപ്പ് അങ്ങോട്ട് പൊക്കുന്നു ഇങ്ങോട്ട് പൊക്കുന്നു, ഇങ്ങനെ കിടന്നോട് പ്രായം കാണിച്ച് കുറെ വീഡിയോസ് എടുക്കുക, പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒത്തിരി ആണുങ്ങൾ നിൽപ്പുണ്ട്, ഒത്തിരി പെണ്ണുങ്ങൾ നിൽപ്പുണ്ട്, എല്ലാവരും നിൽപ്പുണ്ട്. ഇതൊക്കെ വീഡിയോ ക്ലിപ്പുകളൊക്കെ പലരും എടുക്കുന്നുണ്ട്. അതാണ് അതിലെ രസം. എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ആലോചിക്കുകയാണെ, എന്താണ് ഒരു ഭർത്താവിന്റെ ഒരു അന്തസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഭാര്യയുണ്ട്, മകനുണ്ട്, ഇതിനെല്ലാം മറന്നിട്ട് സ്വന്തം കുടുംബത്തിനെ എല്ലാം മറന്നിട്ട് അപ്പനെയും അമ്മേനെയും പിന്നെ ബന്ധുക്കളുടെയും അന്തസ്സിനെയും അഭിമാനത്തെ എല്ലാം മറന്നിട്ട് ഒരു സെക്സ് അഡിക്ഷന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ ഒരു പുരുഷൻ താഴുന്നേലെ, എന്തൊരു അന്തസ്സില്ലായ്മയാ കാണിക്കുന്നേലെ, എന്തൊരു ലോ ക്ലാസ് ചിന്താഗതിയും ലോ ക്ലാസ് പ്രവൃത്തി കാണിക്കുന്നതിലെ സമൂഹത്തിൽ ഇങ്ങനെയാണ്. കുറേ പുരുഷന്മാര് കുറേ സ്ത്രീകൾ ഈ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ഒരുമാതിരി ലിംബോമാനിക് എന്ന് പറയുന്നത് ഓവർ സെക്സ് അഡിക്ഷൻ ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. എത്ര പുരുഷന്മാരുടെ കൂടെ കിടന്നാലും മതിയാവാതെ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ ആണുങ്ങളെ പിടിച്ച് ഈ മങ്കി ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് ആണുങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ്. അതായത് ഒരു ഭാര്യ ഉള്ളപ്പോ അല്ലെങ്കിൽ ഒരു കാമുകി ഉള്ളപ്പോ ഒരു 3-4 എണ്ണത്തിന് ഇങ്ങനെ ഓൾറെഡി സപ്ലൈ തന്നെ നിരത്തി പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒന്ന് കഴിഞ്ഞ് ഒരു കൊമ്പിലേക്ക് കുരങ്ങന്മാര് ചാടത്തില്ലേ, ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് ഇങ്ങനെ ഊഞ്ഞാലാടി ചാടത്തില്ലേ, അപ്പൊ അതേപോലെ മങ്കി ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് ഒന്നിനെ കഴിഞ്ഞ് ഒന്നിനെ പിടിച്ച് അങ്ങനെ ഭയങ്കര സെക്സ് അഡിക്ഷൻ ആയിട്ട് അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി സെക്ഷൽ കപ്പാസിറ്റി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർക്ക് സെൽഫ് വർത്ത് ഉണ്ടാവത്തില്ല, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ലോ ക്ലാസ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെയാണ് ഇവർക്കൊരു ഭയങ്കര വാലിഡേഷൻ കിട്ടുമെന്ന് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവരുടെ അന്തസ്സും അഭിമാനവും എന്താ എല്ലാം താന്ന് പോയിട്ട് ഈ കാലഘട്ടത്തില് എന്ത് കോപ്രായം കാണിച്ചാലും എവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയാ ഭാര്യനെ മറച്ചു വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, കാമുകീനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നാട്ടുകാരും പലരും കാണുന്നുണ്ടാവും. അവരൊക്കെ ഇതൊക്കെ വീഡിയോ എടുക്കും. ഒന്നെങ്കിൽ അവർ സോഷ്യൽ മീഡിയ ഇടും, അല്ലെങ്കിൽ അവർ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ ഉള്ളത് കൊണ്ടോ അല്ലേ തന്നെ ഞാനൊക്കെ മെന്റാലിറ്റി എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊരു യാത്ര പോകാനുണ്ട്, അത് നമുക്ക് കിട്ടുന്ന ഒരു ചിലപ്പോ ഓട്ടോറിക്ഷ ആയിരിക്കും, ചിലപ്പോ നമുക്കിപ്പോ ഒരു യാത്ര പോകാനുണ്ട് കുറച്ചു കാലം. ഓക്കെ, ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോ നമുക്ക് ഓട്ടോറിക്ഷ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അവിടെ എത്തിയ പോരെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ. ചിലപ്പോ നമുക്ക് BMW ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ ബസ്സായിരിക്കും, അത് ചിലപ്പോ പ്രൈവറ്റ് ആയിരിക്കും, KSRTC ആയിരിക്കും. എന്തോ ആയിക്കോട്ടെ, നമുക്ക് സ്വസ്ഥമായിട്ടൊക്കെ യാത്ര ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയ പോരെ. അതിന് പകരം നമ്മളിപ്പം ചില കോമഡി ഷോയിൽ കണ്ടിട്ടില്ലേ, ചില ബസ്സിലൊക്കെ ഓരോരുത്തർ കയറി നിന്നിട്ട് ഇരിക്കുന്നില്ലേ ചേട്ടാ സീറ്റിൽ നീക്കുമ്പോ അയ്യോ തിരക്കുണ്ട് ഇരിക്കാൻ സമയമില്ല എന്ന് പറയുന്ന പോലത്തെ മെന്റാലിറ്റി ചെയ്ത്. അതായത് ഒരു ബസ്സിൽ ചാടി കയറും, അത് കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ക്രമീകരിക്കാൻ തുടങ്ങാം. എനിക്ക് ഇരുന്നിട്ടൊരു സുഖം കിട്ടുന്നില്ല, ചന്തിക്കൊരു സുഖം കിട്ടുന്നില്ല, എന്നാൽ അടുത്ത ബസ് വരുന്നുണ്ട്, എന്നാൽ ആ ബസ്സായിരിക്കും നടന്നോർത്ത് അവിടുന്ന് ഉരുണ്ടി ആടിയിട്ട് അടുത്ത ബസ്സിൽ ചാടി കയറും. അതിൽ കയറി കഴിയുമ്പോൾ ഓർക്കും അതിന്റെ അടുത്തോടെ ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ടോ, ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ വയ്യ, എന്നാൽ ഞാൻ ഓട്ടോയിൽ പഠിച്ചു കയറിയേക്കാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉരുണ്ടി ആടി ഓട്ടോയിൽ കയറും. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ടാക്സി കാർ വരുന്നത്, അങ്ങനെ ആദ്യം ചാടി കയറി. ഇതേ രീതിയിൽ മങ്കി ബ്രാഞ്ചിങ് ഒന്ന് കഴിഞ്ഞ് എന്തിനാ ഒരു കുഞ്ഞു ജീവിതമേ ഉള്ളൂ, അത് നമുക്ക് അങ്ങോട്ട് എത്തിയ ഓരോ സമാധാനമായിട്ട്. അല്ലേ തന്നെ ഇതിനകത്തൊക്കെ എന്തുവാ ഇതിന് മാത്രമുള്ള ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ഈ ഒരു സെൽഫ് വർത്ത് ഇല്ലാത്തവര്, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവര്, ഇത്തരം നാർസിസ്റ്റ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറയാം, ഈ
സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നതും സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതും അവനവന്റെ മനസ്സിന്റെ കളികളാണ്. അതിനിപ്പോ നമ്മൾ ലോക സുന്ദരീന്റെ കൂടെ കിടന്നാൽ മാത്രമേ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, അങ്ങനെ ഒരു ഇതേ ഇല്ല. എല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു ഇതും നമ്മുടെ ശരീരത്തിന്റെ ഒരു ഹെൽത്തിന്റെ കാര്യമാണ്. അവനവന് ഹെൽത്ത് ഉണ്ടോ, അവനവന്റെ മനസ്സിന് ഹെൽത്ത് ഉണ്ടോ, ഇപ്പം ലോക സുന്ദരീന്റെ കൂടെ കിടന്നാലും ഏറ്റവും ഒരു പാവപ്പെട്ട പെങ്കൊച്ചിന്റെ കൂടെ കിടന്നാലും സെയിം സംഭവം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇതിന്റെയൊക്കെ എൻഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്ലഷർ അല്ലെങ്കിൽ ഒരു ഓർഗാസം എന്ന് പറയുന്ന ഒരു സംഭവമുള്ളൂ. അത് അവനവന്റെ കഴിവാണ്, അല്ലാതെ മറ്റൊരു ആളുടെ കഴിവല്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ് കുറേ പുരുഷന്മാർക്കും ഇല്ല, കുറേ സ്ത്രീകൾക്കും ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു സെക്സ് അഡിക്ഷൻ ഉള്ളവർക്കും ഇല്ല, നാർസിസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഈ സെക്സ് അഡിക്റ്റ് ആയിട്ടുള്ളവർക്കും ഇല്ല, നാർസിസ് ഉള്ളവർക്കും ഇല്ല. അത് ഇവരുടെ വിചാരം ഇതിങ്ങനെ ഒന്ന് മാറി കഴിയുമ്പോൾ എനിക്ക് എന്തോ വലിയ നിധി കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഒരു നിധിയും കിട്ടാനില്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. അതാണ് അവർ ഒന്നീന്ന് ചാടി വീണ്ടും ഇങ്ങനെ ചാടി നടക്കുന്നത്. ഇവർക്ക് എവിടെയും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പൊ ഇവർ അത് കഴിഞ്ഞ് ഇങ്ങനെ ചാടി നടക്കും. അത് മാത്രമല്ല മറ്റുള്ളവരുടെ അതിപ്പോ സമ്പത്താവാം, സൗന്ദര്യമാകാം, അല്ലെ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആവാം, അതേ പിടിച്ച് നമ്മള് പടച്ചു കയറി നമുക്ക് അഭിമാനവും അന്തസ്സും ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യമില്ല. നമുക്ക് എന്തുണ്ടോ അത് നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് നമ്മൾ അതിൽ അന്തസ്സും അഭിമാനവും 4 പേര് നല്ലത് പറയിപ്പിക്കുക. അവള് മിടിക്കുക, അവള് കണ്ടോ, പിന്നെ ഇത്രയും ചെറിയ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവള് കണ്ടോ പഠിച്ച് മിടിക്കുകയായി, അവള് ജോലി ചെയ്യുന്നുണ്ടോ, ഇനിയിപ്പോ പഠിക്കാൻ പറ്റിയില്ല, അവളുണ്ടോ കൂലിപ്പണി എടുത്താണെങ്കിൽ വീട് കൊണ്ടടക്കുന്നുണ്ടോ, അതാണ് അന്തസ്. ഒരു പുരുഷനെ കുറിച്ച് നമ്മളിപ്പോ അത് തന്നെയാ പറയാനുള്ളത്. കണ്ടില്ലേ, അവൻ കൂലിപ്പണിക്കാരനാണ്, പക്ഷെ എന്ത് അന്തസ്സായിട്ട് അവൻ വീട് നോക്കുന്ന, അവന്റെ മക്കളെ അവന്റെ ഭാര്യനെ പൊന്നുപോലെ, അതാണ് അന്തസ്. അല്ലാതെ എല്ലാത്തിനും ഒരു ഭാര്യനെ കുറ്റം പറഞ്ഞ് നിനക്കാ കുറവ്, നിനക്കീ കുറവ്, അപ്പൊ ഇതൊക്കെ ഉള്ളവരെ ഞാൻ പോയി പിടിക്കും, അതിന് അവരുടെ കുറെ നടക്കുന്നു, അത് കഴിയുമ്പോ അതിലും വേറെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് അടുത്തേനെ പിടിക്കുന്നു. എന്തൊരു അന്തസ്സില്ലായ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. അതൊക്കെ ചുറ്റുമുള്ള സമൂഹം ഇതൊക്കെ കാണുമ്പം അവർക്ക് വരുന്ന ഒരു ഡാമേജ്, അതൊക്കെ പിന്നെ ജീവിതത്തിൽ തിരുത്താൻ പറ്റുമോ? പോയി ആത്മഹത്യ ചെയ്താൽ മതി അല്ലേ? ഒരു സ്ത്രീയുടെ ആണെങ്കിലും ഒരു പുരുഷന്റെ ആണെങ്കിലും ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അന്തസ്, അഭിമാനം, അവരുടെ സമൂഹത്തിനോടുള്ള ഒരു നീതിബോധം, മറ്റുള്ളവരോടുള്ള ഒരു നീതിബോധം, പിന്നെ അവർക്ക് സ്വയം തോന്നുന്ന ഒരു ധർമ്മം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർന്നാണ്. പിന്നെ അവരുടെ പെരുമാറ്റം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. മീൻസ് പെരുമാറ്റം എന്ന് പറയുമ്പോൾ അഭിനയിച്ച് പെരുമാറുന്നവരുടെ കാര്യമല്ല പറയുന്നത്. ഒരു സിറ്റുവേഷൻസിൽ ഓരോ ജീവിതത്തിൽ ഓരോ തലത്തിലും അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാതെ കുറേ വെളുത്തിരുന്നോണ്ടോ അല്ലെങ്കിൽ കുറേ ശരീരം അങ്ങനെ ഇരുന്നോണ്ടോ ഇങ്ങനെ ഇരുന്നോണ്ടോ അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഓവറോൾ നമുക്ക് ഇപ്പം ഒരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ ഫിഗറൊക്കെ ആക്കാം, കുറച്ച് നിറമൊക്കെ വെപ്പിക്കാം, അങ്ങനെ ആഗ്രഹമുള്ളവർ മുടിയൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് അത് അങ്ങനെയൊക്കെ ഉണ്ടാവും, അവനവന്റെ ഒരു സെൽഫ് കോൺഫിഡൻസിന്. പക്ഷെ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അതിൽ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഈ അളവുകൾ വെച്ചിട്ടേ അല്ല. ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മളോട് തോന്നുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഫിഗറും കണ്ടിട്ടായിരിക്കില്ല, ഒരു ഇതും കണ്ടിട്ടായിരിക്കില്ല. നമുക്ക് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സത്യസന്ധതയും നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും പിന്നെ കള്ളം പറയാത്ത നമ്മുടെ നേച്ചറും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള നമ്മുടെ മെന്റാലിറ്റിയും, പിന്നെ സത്യസന്ധത, നുണയും കൊതിയും പറഞ്ഞ് കുശുമ്പും മുന്നായ്മയും പറയാതിരിക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മളെ മറ്റൊരാൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഇവര് നല്ലൊരു വ്യക്തിത്വമാണ് നമുക്ക് തോന്നുക. അന്നേരം നമുക്ക് അവര് കറുത്തിരുന്നാൽ കുഴപ്പമില്ല, അവർക്ക് എങ്ങനെ ഇരുന്നാൽ നമുക്ക് കുഴപ്പമില്ല, പൊക്കയില്ലെങ്കിൽ കുഴപ്പമില്ല, അംഗവൈകല്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മുടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മൊട്ടത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. നമുക്ക് അവര് ഭയങ്കര സൗന്ദര്യമുള്ളവരായിട്ട് തോന്നും. എന്റെയൊക്കെ ജീവിതത്തിൽ എനിക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ജെന്യുവിൻ ആയിട്ടുള്ള ഇതുപോലെ എന്തൊരു ഭംഗി, എന്തൊരു സൗന്ദര്യം ഇവർക്ക് നമുക്ക് തോന്നുന്നു. അതായത് അവരുടെ മനസ്സിനും അവരുടെ പെരുമാറ്റത്തിനും അവരുടെ ആറ്റിറ്റ്യൂഡിനും ഒക്കെ എന്തൊരു സൗന്ദര്യമാണെന്ന് തോന്നുന്നത്. അങ്ങനെ കുറേ മനുഷ്യരെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റിയിട്ടുണ്ട്, പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിന്റെ പാർട്ടായിട്ട് നിലനിൽക്കുന്നവരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലികളും, അങ്ങനെ കുറേ പേര് എനിക്ക് അങ്ങനെ ഉണ്ട് എന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഞാൻ പറയാം, ചില മനുഷ്യരുണ്ട് ഇങ്ങനെ എല്ലാം ഫിസിക്കലായിട്ടുള്ള. ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള, പക്ഷെ ഞാൻ അതിൽ ഒരു പരിധി കൂടുതലൊന്നും വേദനിക്കാൻ പോയിട്ടില്ല. കാരണം എനിക്കറിയാം നമ്മൾ ഏതാന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്രയ്ക്ക് വാല്യൂ ഉള്ളൂ എന്നുള്ളത് എനിക്കറിയാം. ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്
ഒരു ചെറിയ ഒരു രോഗം വന്നാൽ മതി, അത് വന്ന് വളർന്ന് അത് എവിടം വരെ എത്തും. ഇപ്പൊ ഒരു ക്യാൻസർ വന്നവര്, അല്ലെങ്കിൽ മഹാരോഗങ്ങൾ വന്നവര്, കിഡ്നി ഫെയിലിയർ വന്നവര്, അങ്ങനെ കുറെ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്കറിയാം സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല, ഒന്നുമില്ല. ഒരു കുഞ്ഞു രോഗം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമുക്കെന്ന്. ഇപ്പൊ നമ്മൾ എന്തൊരു ഹാപ്പി ആയിട്ടിരിക്കുവാണെങ്കിലും ഒരു സിവിയർ തലവേദന വന്ന, ഒരു മൈഗ്രെയിൻ വന്ന അന്നത്തെ ദിവസം നമ്മുടെ പോയോ. അതുപോലെ ഒരു പല്ലുവേദന വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ സൗന്ദര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു വേദനയെങ്കിലും എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ള. സത്യം പറഞ്ഞാൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഈ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവർ ഒരിക്കലും ഫിസിക്കലായിട്ടുള്ള സൗന്ദര്യത്തിന് ഒത്തിരി ഇത് കൊടുക്കത്തില്ല, പ്രാമുഖ്യം കൊടുക്കത്തില്ല. കാരണം നമ്മൾ ഈ വേദനകളും വിഷമങ്ങളും ഈ രോദനങ്ങളും പൈസയുടെ ബുദ്ധിമുട്ടുകളും ഓരോരുത്തർ കിടന്ന് അനുഭവിക്കുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നത്തില്ല. പക്ഷെ എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടിട്ടുള്ളത്, വേദനിക്കപ്പെടാൻ റീസൺ ആയേക്കാവുന്നത് എപ്പോഴും ഈ സൗന്ദര്യ കാര്യങ്ങളെ കുറിച്ചുള്ള ഇതായിരുന്നു. ബോഡി ഫിഗർ ഇല്ല, അല്ലെങ്കിൽ ഓരോ അവയവങ്ങൾക്ക് അതില്ല, വലിപ്പമില്ല, അതില്ല, ഇതില്ല, സൗന്ദര്യമില്ല, ഓവറോൾ സൗന്ദര്യമില്ല, അങ്ങനെയുള്ളത് മാത്രം. പക്ഷെ അങ്ങനെ പറയുന്നവർക്ക് ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. പുറമേയുള്ള കുറെ എന്താ പറയാ കാട്ടിക്കൂട്ടലും ഷോ ഓഫ് അല്ലാതെ ഇവരെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി അഴിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ പട്ടി പോലും കഞ്ഞി കുടിക്കില്ല, നമ്മളൊരു പഴമൊഴി പറയത്തില്ലേ, അതേപോലെയുള്ള ചുമ്മാ ചൊറി പിടിച്ച സോറിയാസിസ് പിടിച്ച ശരീരവും ചുമ്മാ ഒത്തിരി അസുഖങ്ങളും ഒന്ന് നേരെ നിൽക്കാനുള്ള കെൽപ്പും ഇല്ല, യാതൊരു ശേഷികളും ഇല്ല, ഒന്നും ഇല്ലാത്തവരാണ് നമ്മളെയൊക്കെ ഒരുപാട് കുറ്റം പറയുന്നെന്ന് ഓർക്കണം. ഇതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി വിഷമിക്കത്തില്ല, വേദനിക്കത്തില്ല. എല്ലാം പുറമേ ഉള്ള കുറെ വെച്ചുകെട്ടലുകളും കാട്ടിക്കൂട്ടലുകളും അതിന്റെ അപ്പുറത്തോട്ട് യാതൊരു ആന്തരിക സൗന്ദര്യവും ഇല്ല, ഫിസിക്കൽ സൗന്ദര്യം ഇല്ലാത്തവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നതെന്നുള്ളതാണ് അതിന്റെ വേറെ ഒരു നഗ്നമായ സത്യം. സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ണുവട്ടം പോയിട്ട് ചെവി കേൾക്കാത്ത ഒരുത്തനെ പോയി പരിഹസിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ പറയാം. ആ ഒരു രീതിയിലാണ് ഇതിനെ നമ്മൾ എടുക്കേണ്ടതുള്ളൂ എന്ന് എനിക്ക് ഒത്തിരി കാലം മുമ്പേ മുതൽ ഞാൻ കേട്ടിട്ടും എന്റെ 2 ജീവിതത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ഒത്തിരി അപമാനങ്ങൾ, വേദനകൾ സഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് മുഴുവൻ എനിക്കുള്ള ഒരു അപമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമില്ല എന്നുള്ളതായിരുന്നു. പണമില്ല, വീടില്ല, സ്വത്തില്ല, ഇങ്ങനത്തെ കുറേ അതിന്റെ പേരിലാണ് ഞാൻ കുറേ വേദനിക്കപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത ഒരു ലെവലിലേക്ക്, അടുത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നപ്പോ അവിടെ സൗന്ദര്യം ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ആക്ച്വലി ഒരാൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഒരു യഥാർത്ഥ പുരുഷൻ ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവർ അന്തസ്സായിട്ട് പഠിക്കുക, ജോലി ചെയ്യുക. ഇനിയിപ്പോ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും അവരുടെ ഫാമിലിനെ പൊന്നുപോലെ നോക്കുക, വൈഫിനെ സ്നേഹിക്കുക, കെയർ ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ഇതാണ് ഒരു പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലാതെ ഇങ്ങനെ ഇപ്പം ഫിസിക്കലായിട്ടുള്ള ഒരു സൗന്ദര്യം, അതായത് അത് ഏറ്റവും വാലിഡിറ്റി ഇല്ലാത്തവരുടെ, സെൽഫ് വർത്ത് ഇല്ലാത്തവരുടെ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവരുടെ ഒരു പ്രകടനമാണ്. അതായത് കൂടെ നിൽക്കുന്നവർക്ക് അതും ഇത് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം അവരെ നോക്കുമ്പോൾ അത് എനിക്കൊരു അഭിമാനം. അത് എന്തൊരു മനോരോഗം അല്ലെ, അതെന്തൊരു ലോ ക്ലാസ് ചിന്താഗതിയാണ് അല്ലെ. നമ്മുടെ ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അന്തസ്, ആഭിജാത്യം, അഭിമാനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ സ്വന്തം പൈസ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടവരെ ഹെൽപ്പ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കുന്നു, ആരുടെ കക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷമായിട്ട് നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് അന്തസ്സോടെ ജീവിക്കുന്നു. ഇതല്ലേ. അല്ലാതെ നമ്മുടെ കൂടെയുള്ളവരെ ഇപ്പൊ ഭയങ്കര കുറേ ബ്രസ്റ്റ് ഉണ്ട്, കുറേ ബട്ടക്കുണ്ട്, കുറേ മുടിയുണ്ട്, കുറേ കളറുണ്ട്, അല്ലെങ്കിൽ അവർ ഐശ്വര്യ റായിനെ പോലെ ഭയങ്കര അതുകൊണ്ട് നമുക്ക് എന്താ മെച്ചം? അത് ഉള്ള ആ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ സ്വയം അഭിമാനിക്കാം അല്ലെ. ഇപ്പൊ ഒരു പുരുഷൻ അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് അഭിമാനിക്കാം, ഒരു സ്ത്രീക്ക് അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് സ്വയം അഭിമാനിക്കാം. അല്ലാതെ അത് കണ്ടുകൊണ്ട് എനിക്ക് അതിന്റെ പങ്ക് കിട്ടും, അല്ലെങ്കിൽ എന്റെ കാമുകിക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇതുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിന്റെ എല്ലാ വാലിഡിറ്റിയും കിട്ടും എന്ന് പറയുന്നത് ഒരു മനോരോഗമല്ലേ. അത് ഏറ്റവും സെൽഫ് വർത്ത് ഇല്ലാത്തവരുടെ ഒരു ചിന്താഗതിയല്ലേ. അപ്പൊ അതിനു വേണ്ടി കുറ്റം പറയുന്നവരുടെ മാനസികാവസ്ഥ എവിടെ കിടക്കുന്നു അല്ലെ. അവനവനുണ്ടെങ്കിൽ അവനവനുണ്ട് അല്ലെ. അത് അവനവന് വേണമെങ്കിൽ അഭിമാനിക്കാം, വേണമെങ്കിൽ അതിൽ അഹങ്കരിക്കാം, അഭിമാനിക്കാം, അല്ലെങ്കിൽ അന്തസ്സോടെ ജീവിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ പണത്തിന്റെ മുകളിൽ കിടന്ന് നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൗന്ദര്യത്തിന്റെ മുകളിൽ കിടന്ന് അത് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ട് കേട്ടോ. ആ വ്യക്തി എന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ അയാൾക്ക് പരമ പുച്ഛമാണ്. അതായത് അവരുടെ റിലേറ്റീവ് പാവപ്പെട്ടവരാണെങ്കിൽ അവരെ പറയാൻ മടി, പിന്നെ പണക്കാരായിട്ടുള്ള അവരുടെ ജാതി പോലും ആയിരിക്കത്തില്ല, പക്ഷെ അങ്ങനെ
എന്താ മറ്റു മനുഷ്യർ പണക്കാരാണെങ്കിൽ അവരെല്ലാവരും അങ്കിൾ എന്ന് ആ ഒരു രീതിയിൽ അങ്കിള് ആന്റി ആ ഒരു രീതിയിൽ വിളിച്ചിട്ട് എല്ലാവരോടും പരിചയപ്പെടുത്തി കൊടുക്കും. ഇതെന്റെ അങ്കിളാണ്, ഇതെന്റെ ആന്റിയാണ്. ആക്ച്വലി ഒരു മതം പോലും ആയിരിക്കത്തില്ല, അവരുടെ അങ്കിളും ആന്റിയും ഒന്നും ആയിരിക്കത്തില്ല. അതായത് പണക്കാരെല്ലാം എന്റെ സൈഡിലുണ്ട്, അല്ലെങ്കിൽ പണക്കാരൊക്കെയാണ് എന്റെ റിലേറ്റീവ്സ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് അതിലൊരു വാലിഡേഷൻ മേടിച്ചെടുക്കുക. അല്ലെങ്കിൽ അപ്പോ ഇത്രയും വലിയ പണക്കാരന്റെ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ പണക്കാരുടെ റിലേറ്റീവ് ആണോ എന്നുള്ള ഒരു അഭിമാനം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ചിന്തിക്കുന്നത് ഭയങ്കരമായിട്ട് സെൽഫ് വർത്ത് ഇല്ലാത്തവരുടെ ഒരു ഇതാ. നമുക്ക് വളരെ പാവപ്പെട്ട ഒരാളാണെങ്കിലും ഇതെന്റെ കൂട്ടുകാരിയാണ്, ഇതെന്റെ സുഹൃത്താണ്, അവര് ഭയങ്കര ഡീസന്റ് ആണെങ്കിൽ, അവർ ഭയങ്കര ജെന്യൂൻ ആണെങ്കിൽ ഇതെന്റെ റിലേറ്റീവ് ആണെന്ന് പറയുന്നതിൽ അതല്ലേ അഭിമാനം. ആ ഒരു രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കേണ്ടേ ഉള്ളൂ. അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും ഈ ഒരു ലേഡി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്ന സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള കുറെ അളവ് അല്ലെങ്കിൽ കുറെ വലിപ്പ കൂടുതൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു അസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ അന്തസ് കെട്ടുപോകുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ തീർന്നു പോകാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ നമ്മുടെ കാമുകി ഭയങ്കര ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ കാമുകം ഭയങ്കര ഫിഗറാണ്, അല്ലെങ്കിൽ എനിക്ക് കുറെ പണക്കാര് ബന്ധുക്കളുണ്ട്, സ്വന്തക്കാരുണ്ട്, ഇതിലൊന്നും ഒരേ കാര്യമില്ല. അവനവനുണ്ട്, അത്രയേ ഉള്ളൂ അതിലെ കാര്യം. അതുകൊണ്ട് ആ ലേഡി പറയുന്നത് കുറെ പോയിന്റുകൾ ഭയങ്കര വാലിഡാണ്. അപ്പൊ എനിക്ക് ഈ അയച്ചു കിട്ടിയ വീഡിയോ കണ്ട് കുറെ ഞാൻ ചിരിച്ചു, എല്ലാരെയും കാണിച്ചു കൊടുത്തു, അതും ചിരിച്ചു, എല്ലാരും ചിരിച്ചു. അശ്വിനെ കാണിച്ചു കൊടുത്തു, അശ്വിനും ചിരിച്ചു, എന്റെ കൂട്ടുകാരെല്ലാം ചിരിച്ചു, കുറെ കമന്റ് പറഞ്ഞു. എല്ലാരും ഭയങ്കര കൂട്ട ചിരിയായി പോയി. എന്തായാലും അത് എല്ലാരും അത് ഷെയർ ചെയ്തും അത് കണ്ട് ചിരിച്ചിട്ടു കേട്ടോ. ഇതുപോലെ എത്ര പേർക്ക് അവര് ഷെയർ ചെയ്യുന്നുണ്ടാവും. എനിക്കിപ്പോ ഇത് ഷെയർ ചെയ്തോരെ എത്ര പേർക്ക് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇയാള് നിന്നിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായം മുഴുവൻ ആ വീഡിയോയിലുണ്ട്. എന്തൊരു നാണക്കേട്, എന്തൊരു എന്താ പറയാ, ഇതൊക്കെ കാണുന്നവർക്ക് തോന്നുന്ന ഒരു വികാരം എന്തൊരു നാറിയ ഇവൻ, എന്തൊരു ചെറ്റയ ഇവന് നാണമില്ലേ. ഈ ഒരൊറ്റ വാക്കായിരിക്കും അന്തസ്സും അഭിമാനമുള്ള ഏത് സ്ത്രീയുടെയും പുരുഷന്റെ മനസ്സിൽ ഈ വീഡിയോ കാണുന്നവർക്കും അതുപോലെ ഇത് ആ പരിസരത്ത് നിന്നത് കാണുന്നവർക്കും അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള എന്റെ ഒരു തോട്ട്സും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ജെനുവിൻ അഭിപ്രായങ്ങളെല്ലാം ഈ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടൂ. അതൊക്കെ വായിക്കുന്നവർക്കും അതൊരു പ്രചോദനമാകും. അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അവർ എഴുതിയിടട്ടെ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ ലേഡി പറഞ്ഞ കാര്യത്തിൽ ഒത്തിരി നല്ല വാലിഡ് പോയിന്റ് ഉണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അവരുടെ വീഡിയോ. അങ്ങനെയാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇത് കണ്ടു നോക്കും അവരുടെ ചാനൽ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ശരി, നമുക്ക് ഇനി ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് വേഗം വെച്ചിട്ട് അടുത്ത സെക്ഷൻ കൊണ്ടുവരുമ്പോൾ അത് പറ്റിയ ഷൂട്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഇത് കുറെ വീഡിയോയിൽ എന്തായെങ്കിൽ ഇത് എന്തായിരിക്കും, ബാക്കി ഞാൻ ഷൂട്ട് ചെയ്യുന്നൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ശരി, ടാറ്റാ.